ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേ ഈ ഒരു പ്ലേസ് കാണാനായിരുന്നു ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത്. ഇതാണ് കെലിംകിങ് ബീച്ച്. ടീറെക്സിൻ്റെ ഷേപ്പിലുള്ള ക്ലിഫും പിന്നെ ടെർക്കോയിസ് ബീച്ചും ശരിക്കും നമ്മൾ വണ്ടർ അടിച്ചു പോകും. ഇത് മാത്രമല്ല, നാച്ചുറൽ ഇൻഫിനിറ്റി പൂളായ ഏഞ്ചൽസ് ബില്ലബോം, ബ്രോക്കൺ ബീച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ന്യൂസ പെനീഡയിലെ ഈ മായ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇതാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ വ്യൂ. സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. 6 മണിക്കാണെന്ന് തോന്നുന്നു സൺറൈസ്. 5:48, 5:45 കഴിയുമ്പോൾ സൺറൈസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു സൺ ഓൾമോസ്റ്റ് ഉദിച്ച് വന്ന് കഴിഞ്ഞു. ഞങ്ങൾ കെലിംകിങ് ബീച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. സൺറൈസ് കാണാൻ പോകണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ രാവിലെ അങ്ങനെ ഭയങ്കര ഇരുട്ടാണ്. അപ്പം ബൈക്ക് ഓടിച്ച് പോകുന്ന അത്ര റിസ്കി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വെളിച്ചം വന്നിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി, എല്ലാം സെറ്റായി പോവാണ്. രാവിലെ ധൃതി പിടിച്ചിറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് എത്ര മിനിറ്റ് ഉണ്ട്? 45 മിനിറ്റ് അല്ലേ? ഓൾമോസ്റ്റ് ഒരു 45-50 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ വേഗം ബൈക്ക് എടുത്ത് പോകാമെന്നാണ് പ്ലാൻ. കാരണം കുറച്ചുകൂടെ വെയിലായി കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടും ആവും, പിന്നെ തിരക്കും വരും, ആൾക്കാർ തിരക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. കടയൊക്കെ തുറന്നിട്ട് തുറക്കുമല്ലോ. ഇവിടെ നേരത്തെ തുറക്കുമ്പോൾ നേരത്തെ അടച്ചു കൂട്ടിപ്പോട്ടെ. വേഗം ഇരുട്ടാവും. ഞങ്ങൾ കെലിംകിങ്ങിൽ എത്തി. പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് നടക്കുക. ഇങ്ങോട്ട് ആരോ ഇട്ടേക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ നോക്കി നടക്കുക. ഇവിടെ ആരും ഇല്ല. ഇങ്ങോട്ട് നമുക്ക് ബൈക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. റെസിഡൻസിന് മാത്രമേ ബൈക്കും കാറും ഒക്കെ അലൗഡ് ഉള്ളൂ. വിസിറ്റേഴ്സിന് ബൈക്ക് എടുക്കാൻ പാടില്ല ഇങ്ങോട്ട്. ഭയങ്കര കൺഫ്യൂഷൻ, കാരണം ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ അല്ലേ. എങ്ങനെയാ പോകേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. നിറയെ കുഞ്ഞു കിളികൾ. എഴുതി വെച്ചിട്ടുണ്ട്, ഓൾ ആക്ടിവിറ്റീസ് അറ്റ് യുവർ ഓൺ റിസ്ക്. അമ്പോ ഹെവിയാണല്ലോ. ഹെവിയാണല്ലോ. എന്റെ പൊന്നെ പേടിയാണ്. താഴെ നിക്ക ഇവിടെ പറ്റില്ല. അയ്യോ എന്തല്ലേ. ഒരു രക്ഷയില്ലല്ലേ. ഇവിടെ ലിഫ്റ്റ് വന്നാൽ കുറച്ചും കൂടി സൗകര്യമാവും. ലിഫ്റ്റ് വന്നാൽ അടിപൊളിയായിരിക്കും. കാരണം താഴെ വരത്തുള്ളത് അവിടെയാണെന്ന് സ്റ്റാർട്ട്. ഇങ്ങനെ അല്ല, ലിഫ്റ്റ് വന്ന ആൾക്കാർക്ക് കൂടുതൽ ബീച്ച് ആക്സസ് വരും. അപ്പോൾ ഈ ആക്ച്വലി ട്രെക്കിംഗ് 2 മണിക്കൂർ താഴത്തോട്ട് 2 മണിക്കൂർ മുകളിലോട്ടും എടുക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. 2 മണിക്കൂറല്ല, 1 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു താഴത്തോട്ട്. അതിൽ കൂടുതലുണ്ട്. ഇന്നലെ ഞങ്ങൾ പോയ ട്രെക്കിംഗ് പോലെ അല്ല ഇത്. അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് ആണ്. അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. സ്റ്റെപ്സൊക്കെ തന്നെ പല ഹൈറ്റിലും പല രീതിയിലുള്ള സ്റ്റെപ്സൊക്കെയാണ്. നമുക്ക് ഇറങ്ങാൻ ഭയങ്കര സ്റ്റീപ്പാണ്. ആ താഴോട്ട് അവിടെയൊക്കെ ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ അത്യാവശ്യം റിസ്ക് എടുത്തേ നമുക്ക് ട്രെക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ.
ആ പുള്ളി ആക്ച്വലി ആ പുള്ളി ഇത് ഇവിടെ നിന്നതാ. ഞങ്ങൾ വന്നപ്പോൾ ഇത് ഇവിടെ നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടം വരെ എത്തി. പിന്നെ വേറെ 3 പേര് ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് ഇങ്ങോട്ട് താഴോട്ട് ബീച്ചിലോട്ട് പോയിട്ടുണ്ട്. അവരെയൊന്നും കണ്ടില്ല, കുറേ നേരമായി അവരൊക്കെ പോയിട്ട്. ഉച്ച തിരിഞ്ഞ് വെയിൽ തലക്കടിക്കുമ്പോഴേ എണീറ്റ് വരുള്ളൂ. ബാലി ട്രിപ്പ് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിലും ഇതിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ റീൽസ് വരും. ഈ ന്യൂസ പെനിഡയിൽ ഈ കെലിംഗ്ലൻ ബീച്ചിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം വ്യൂ ഒന്നും കിട്ടുന്നില്ല, വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല, നശിപ്പിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്കിത് നല്ല അടിപൊളി വ്യൂ കിട്ടും. അത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ മാറിയിട്ടാണ് നടക്കുന്നത്, അങ്ങോട്ടാണ് നടക്കുന്നത്. അതും ലിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടുതൽ പേർക്ക് ബീച്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിഫ്റ്റ് വെക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് വെക്കുമ്പോൾ കുറേ പേർക്ക് താഴോട്ട് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും. ട്രക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് താഴോട്ട് പോകണമെങ്കിൽ ബീച്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ലിഫ്റ്റ്. അപ്പോൾ അതൊരു അപ്പോൾ അടിപൊളി വ്യൂ ആണ്. അപ്പം പലർക്കും പല കാരണങ്ങളാൽ ട്രക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല അല്ലേ, അവർക്കൊക്കെ ഒരു ഹെൽപ്പായിട്ടാണ് അവർ ഈ ഒരു ലിഫ്റ്റ് വെക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ അത് നല്ല കാര്യമാണ്. ഒരു തരത്തിൽ ഇപ്പോൾ ബീച്ച് അതായത് ബീച്ച് ഇപ്പോൾ സെക്ലൂഡഡ് ആണ്, പക്ഷേ ഇനി നല്ല തിരക്കാവുമായിരിക്കും അല്ലേ. ലിഫ്റ്റൊക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ താഴോട്ട് പോകാൻ മീൻസ് ബീച്ച് ആക്സസ് ചെയ്യും, ബീച്ചിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ കോൺസും പ്രോസും എന്തായാലും ഉണ്ടാവും അല്ലേ. അങ്ങനെ കെലിംഗ്ലൻ ബീച്ച് വ്യൂ പോയിൻറ്റും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു. ഞങ്ങൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നല്ലേ, ആരുമില്ല. ആ മേലെ ഒരാൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി ശരിക്കും നടക്കാൻ പോയതാണ്, ട്രെക്കിങ്ങിന് പോയതാണോ അതോ ഇവിടുത്തെ ആളാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ പുള്ളി തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ലോഡ് പ്ലാസ്റ്റിക് കുപ്പികളും ബോട്ടിൽസും, എനിക്കൊന്ന് ബിയറിൻ്റെ കുപ്പി അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ വേസ്റ്റായിട്ട് ഇടുന്നത്, അങ്ങനത്തെ കുപ്പി വേസ്റ്റ് കവറിൽ പുള്ളി കളക്ട് ചെയ്ത് കൊണ്ടുവരുക. സമ്മതിക്കണം കേട്ടോ, പുള്ളി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിതയ്ക്കുന്നു ഭയങ്കരമായിട്ട്. എന്തായാലും പുള്ളി ഡെയിലി ചെയ്യുന്ന കാര്യമാണെങ്കിൽ നല്ലൊരു സമ്മതിക്കണം അത് സമ്മതിക്കാനും. ഇനി ഞങ്ങൾ തിരിച്ചു പോട്ടെ. ഇനി അടുത്ത് ബ്രോക്കൺ ബീച്ചിൽ കാണാം. ഓ അടിപൊളി. ഇവിടെ ATV ഇട്ടിരുന്നെങ്കിൽ ഓടിക്കായിരുന്നല്ലേ. ഇതുവരെ നല്ല ടാറിട്ട റോഡ് വന്നത്, ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെയാണ് ശരിക്കും ബ്രോക്കൺ ബീച്ചിന്റെ റോഡ് മൊത്തം ബ്രോക്കൺ ബീച്ചിലോട്ടുള്ള റോഡ് മൊത്തം ബ്രോക്കൺ ആണ് അത്ര. പിന്നെയും ഗൂഗിൾ ചേച്ചിയുടെ ചതിയിൽപ്പെട്ട് ഞങ്ങളിത് കുറേ വട്ടം ചുറ്റി അവസാനം ഏഞ്ചൽസ് ബില്ലബോങ്ങിലെത്തി. ബ്രോക്കൺ ബീച്ച്, ഏഞ്ചൽസ് ബില്ലബോങ്ങും ബ്രോക്കൺ ബീച്ചും ഇവിടെ തന്നെയാണ്. അപ്പം ജസ്റ്റ് ഞങ്ങളെത്തി. അത്യാവശ്യം ഇപ്പം വെയിൽ വന്നപ്പോഴേ ഭയങ്കര ചൂടായി തുടങ്ങിയിട്ടാണ്. ഇതൊക്കെ ഉച്ചയ്ക്ക് ഇവിടെ എത്തി, ഇതൊക്കെ പോയി കാണുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം തന്നെ വിയർത്ത് കുളിച്ച് പൊള്ളുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു പുള്ളി മീൻ പിടിക്കുക ചൂണ്ടയിട്ടിട്ട്. പുള്ളിക്കെന്തോ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. നല്ല വ്യൂ ആട്ടോ. ഇപ്പോൾ ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വന്നതല്ലേ, നടന്ന് കണ്ടിട്ട് വരാം. പിന്നെന്താ, നല്ല അടിപൊളി ബ്ലൂസി, ഭയങ്കര ബ്ലൂസി. പുള്ളിക്ക് എന്തോ മീൻ കിട്ടിയെന്ന് തോന്നുന്നു. പുള്ളി അതുകൊണ്ട് അങ്ങോട്ട് പോയി. അത്യാവശ്യം നല്ല വെയിലുണ്ടല്ലേ. ഞാൻ പറയുമായിരുന്നു ഉച്ചയ്ക്കെങ്ങാനും വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം തന്നെ വിയർത്ത് ഒലിച്ച്. നല്ല ഭംഗിയുണ്ട് അത്. പുള്ളിക്ക് ഒട്ടും പേടിയില്ലാന്ന് തോന്നുന്നു. പുള്ളി ആ ക്ലിഫിൻ്റെ എഡ്ജിലാണ് ചെന്നിരിക്കണം മീൻ പിടിക്കാനായിട്ട്. എനിക്ക് ഇവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ കാലൊക്കെ തരിച്ചു തുടങ്ങി.
നടന്ന് നടന്നതേ ഇവിടെ വരെ എത്തി. ഇതാണ് ഏഞ്ചൽസ് ബില്ലബോം. അയ്യോ, ഇനി ബ്രോക്കൺ ബ്രിഡ്ജ് കണ്ടുപിടിക്കണം. അത് കുറച്ചുകൂടെ നടക്കണമെന്ന് തോന്നുന്നു. ഡ്രോൺ കുട്ടൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് രസമല്ലേ? ഇതിപ്പോൾ ആ വെയിൽ അവിടെ നടിക്കുന്നുണ്ടായിരുന്നു, നേരെ കാണാൻ പറ്റാത്തത്. ഇതിങ്ങനെ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ തിരയടിച്ച് രൂപപ്പെട്ട ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ടൈഡിൻ്റെ ഇത് കാരണമായിരിക്കാം, ഇല്ലെങ്കിൽ തിരയടിക്കുമ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറും. ഇതാണ് ഏഞ്ചൽസ് ബില്ലബോം. ഇതാണ് ബ്രോക്കൺ ബീച്ച്. കാലങ്ങളായി തിരകൾ അടിച്ചടിച്ച് ഒരു സർക്കുലർ ഷേപ്പിൽ ഫോം ചെയ്ത ഒരു ബീച്ചാണിത്. കാണുമ്പോൾ നമുക്കൊരു ഹിഡൻ ബീച്ചിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി താഴോട്ട് വരണം റെസ്റ്റോറൻറ്റിലോട്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂവും അടിപൊളി വ്യൂ ആണ്. പൊളി വ്യൂ അല്ലേ? റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് സനൂർ പോട്ടും പോട്ടെ, നൂസാപ്പനിയുടെ പോട്ടൊക്കെ കണ്ട് ഹാർബറൊക്കെ കണ്ടിരുന്ന് കഴിക്കും. അടിപൊളി ഒരു ഇൻഫിനിറ്റി പൂളോട്ട്. ഞങ്ങൾ പൂളിൽ ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ല. ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ നല്ല വെയിൽ, ഓൾറെഡി കരിഞ്ഞ് ഉണക്കമീ പോലായി. ഇനിയിപ്പോൾ സ്വിമ്മിങ് പൂളിലും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ഇതിനകത്ത് സോസേജ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, എഗ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, സാലഡ് ഉണ്ട്, സോസ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ. പിന്നെ ഞങ്ങൾ ക്രോസൻ്റ് ഓർഡർ ചെയ്തു. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, രാഹുലിന് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. രാഹുലിൻ്റെ ഫുഡ് വന്നില്ല. രാഹുൽ ഏതാ? മീഗോരങ്. രാഹുൽ ഇവിടെ വന്നിട്ട് ഫുള്ള് മീഗോരങ്. നൂഡിൽസ്. നാട്ടിലാണെങ്കിലും നൂഡിൽസ്, ഇവിടെ ആണെങ്കിലും നൂഡിൽസ് അല്ലേ? ഇവിടെ നൂഡിൽസ് ഇല്ല, നൂഡിൽസ് വിത്ത് അവരുടെ സാധനം ചിക്കൻ സാറ്റ് അത്, പിന്നെ അല്ലാതെ നാട്ടിലത്തെ നൂഡിൽസ് കൂടെ കമ്പയർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കിട്ടിയ മീൻകോരൻ പ്രതീക്ഷ പോലെ ചിക്കൻ ഇല്ലായിരുന്നല്ലേ, എഗ് മാത്രമേ ഉള്ളൂ. ഇതാണ് രാവിലെ മീൻകോരൻ. പിന്നെ ഞങ്ങൾ 2 കോഫിയും വന്നു. ഇതാണ് ഇവരുടെ അമ്പലം പോലെ സെറ്റപ്പ് ചെയ്യുന്ന സാധനം. നല്ല ഭംഗിയല്ലേ? കോയി ഫിഷൊക്കെ കണ്ടോ? അപ്പോൾ നമ്മളിന്നലെ ഇങ്ങോട്ട് വന്നേ ഇല്ല. വേറെ കളർ കോയി ഫിഷ് അല്ലേ? ഇതാണ് അവൻ പറഞ്ഞ ഡെക്കുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് കാണാം, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല അല്ലേ? രാഹുൽ ആ വഴിക്ക്, ഞാൻ ഈ വഴിക്ക്. ഇവിടെ അവരുടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നത് നമ്മളിവിടെ പോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. സീലാവി. നമ്മൾ തിരിച്ചു പോകാനെടുത്തത് ഏതാ? സെമാബു അല്ലേ? സെമാബു ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡ് ബോട്ടിൽ നിന്നാണ് തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂട്ടർ ഇവിടെയാണ് റെൻ്റ് എടുത്തത്.
അപ്പോൾ സ്കൂട്ടർ നമ്മളിവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നു, ആ സൈഡിലായിരുന്നു സെമബോർഡ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ടിക്കറ്റ് കൺവേർട്ട് ചെയ്തു, 2 ടാഗ് മേടിച്ചു. എന്നിട്ട് നമ്മളിത് ഇപ്പോൾ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. 12 മണിക്കാണ് നമ്മളുടെ സ്പീഡ് ബോട്ട് അല്ലേ. അപ്പോൾ അവരത് നമ്മുടെ ബോർഡ് ചെയ്യാൻ കൊണ്ടുപോവുക. അയ്യോ കരിഞ്ഞൊരു പരുവായില്ലേ, ഭയങ്കര ചൂട്. ഈ സമയത്ത് ഡേ ട്രിപ്പ് വരുന്നവരുടെ കാര്യം എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമമുണ്ടെന്ന്. അതെ, ആസ്വദിക്കാൻ പറ്റില്ല, നമ്മളങ്ങ് ക്ഷീണിച്ചു പോകുമ്പോൾ. മറ്റേ പരസ്യം സെയിം മറ്റേ പരസ്യം അല്ലേ, മറ്റേ സൂര്യൻ ഇങ്ങനെ സ്ട്രോ ഇട്ട് ഊറ്റി വലിക്കുന്ന അതേ ഒരു സെറ്റപ്പാണ്. അതെ, സൺറൈസും കാണാം. നമ്മൾ മറ്റേ സ്പീഡ് ബോട്ടിലിരുന്ന് ഉരുകും അല്ലേ. ഒരു സ്പീഡ് ബോട്ടും എയർ കണ്ടീഷൻഡ് അല്ല, എല്ലാം ഫാന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്പീഡ് ബോട്ടും ഫാന് മാത്രമേ ഉള്ളൂ. സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ നിന്ന് ഞങ്ങളുടെ കാറും എടുത്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഉലുവാട്ടൂരിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ എന്താണ് ഈ അന്താളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്നറിയാമോ? ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഉലുവാട്ടൂരിൽ ഞങ്ങൾ 2 ദിവസത്തേക്കൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വില്ല അല്ലേ, പ്രൈവറ്റ് പൂൾ വില്ല. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. കേറി വരുമ്പോ തന്നെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ശരിയാണോ? ക്ലോസ് ചെയ്തോ? ഇതെന്നാ കളഞ്ഞു പോലെ. കയറി വരുമ്പോൾ തന്നെ സ്റ്റെപ്സ്, അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ വില്ല. പൂൾ എവിടെയെന്നല്ലേ, ഇതാണ് പൂൾ. പാർഷ്യൽ ഓഷൻ വ്യൂ എന്നാണ് പറഞ്ഞത്, പക്ഷെ ഓഷൻ വ്യൂ ഇല്ല. മരങ്ങളൊക്കെ വളർന്നത് കാരണം ഇപ്പോൾ ഓഷൻ വ്യൂ ഇല്ല അത്ര അല്ലേ. അത്യാവശ്യം ആഴമുള്ള പൂളല്ലേ, അത്യാവശ്യം ആഴമുള്ള പൂള്. ആ 1.4 മീറ്റർ. നോർമൽ സ്വിമ്മിംഗ് പൂളിന്റെ ആഴമാണ്. ഓക്കെ, ഇനി റൂമിനകത്തോട്ട് കയറാം. ഫുള്ള് കാടും ചെടിയും പടലവും. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഡോറൊന്നുമില്ല, നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, കർട്ടൻസ്. കയറി വരുമ്പോൾ തന്നെ ഒരു സോഫ, ഇവിടെ ഒരു TV സ്റ്റാൻഡ്, TV, ഇവിടെ ഒരു ഡൈനിങ് ടേബിള്, പിന്നെ കിച്ചൺ. നമുക്ക് കിച്ചണൊക്കെ യൂസ് ചെയ്യാം. ഫ്രിഡ്ജുണ്ട്. കുറച്ച് ഐറ്റംസ് ഒക്കെ ഫ്രീ ആണ്, കുറച്ച് ഐറ്റംസ് ഒക്കെ പെയ്ഡ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഡോറും അങ്ങനെ തന്നെയാണ്. ഇതാണ് റൂമിൽ നമുക്ക് കബോർഡ്സ് ഒക്കെ ഉണ്ട്, ലോക്കറുണ്ട്. റൂമിൽ മാത്രമേ AC ഉള്ളൂ, മറ്റേത് ഓപ്പൺ ആയത് കാരണം. തണുപ്പുണ്ടോ? ഓപ്പൺ ആണെങ്കിൽ അവിടെ തണുപ്പുണ്ടോ? അതാണെങ്കിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഓക്കെ, സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം. ഇതാണ് ഒരു കുഞ്ഞു ബാൽക്കണി വ്യൂ അല്ലേ, പൂൾ വ്യൂ ബാൽക്കണി. പിന്നെ വാഷ്റൂം കാണിച്ചാറാം. ഇതാണ് വാഷ്റൂം. ഇവിടെ ഒരു ടോയ്ലറ്റ്, ഇവിടെ ഒരു ബാത്ത് ഏരിയ, ഇവിടെ നമ്മളുടെ ടബ് നല്ല ഭംഗിയുണ്ട്. ഒരു ലോണ്ടറി ബാസ്ക്കറ്റ്, വലിയൊരു വാഷ് ബേസിൻ, പിന്നെ അത്യാവശ്യം ടവൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ആണോ? ഇനി ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ.
എന്തായാലും റൂം ഇഷ്ടപ്പെട്ട് റെസ്റ്റ് ഡേ ഇന്ന് ഞങ്ങളുടെ റെസ്റ്റ് ഡേ അല്ലേ? മിക്കവാറും വീഡിയോ നൂസാപ്പരിയുടെ പോയി വെയിലത്ത് കഷ്ടപ്പെട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ക്ഷീണിച്ച്. അപ്പം ഇന്ന് ഫുള്ള് റെസ്റ്റ് ഡേ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പൂളുള്ള, കാരണം ഇന്നലെ നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ശരി ഇന്ന് ഫുള്ള് പൂളിൽ കിടക്കാം, രണ്ട് പൂൾ വില്ല എടുക്കാമെന്ന് വിചാരിച്ചു. പൂൾ വില്ല എടുത്തു. അപ്പം ഇനി 2 ദിവസം ഞങ്ങൾ ഇവിടെ ആയിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. ബൈ. ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തി. ഒരു 3 മണി, ഇവിടുത്തെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എത്തി. പക്ഷേ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇതിപ്പോൾ ലഞ്ചാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ച് ഉടനെ തന്നെ നമുക്ക് ഡിന്നറും കഴിക്കേണ്ടി വരും. അപ്പോൾ രാഹുലൊരു ജസ്റ്റ് ഒരു സിർലോയിൻ സ്റ്റേക്കും ഞാനൊരു തായ് ഫ്രൈഡ് റൈസുമാണ് പറഞ്ഞത്.